الحمد لله الأحد الجبار والصمد الغفار، وأشهد أن لا إله إلا الله الواحد القهار، وأشهد أن محمدا عبده ورسوله النبي المختار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تقربوا الزنا إنه كان فاحشة وساء سبيلا. പ്രിയ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ ഇതര മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദൃഷ്ടാന്തമായി ആകാശഭൂമികളുടെ പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങളെ അല്ലാഹു തആല എണ്ണി പറഞ്ഞപ്പോ അതിൽ നൽകിയ വലിയ ഒരു ദൃഷ്ടാന്തമാണ് നിങ്ങളിൽ നിന്ന് തന്നെയാണ് നിങ്ങളുടെ ഇണകളെ സൃഷ്ടിച്ചത് എന്നുള്ളത്. കുടുംബം അല്ലാഹു തആല മനോഹരമാക്കി ചെന്നു. അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജ. അവിടെ അല്ലാഹു പറഞ്ഞ ചില പ്രയോഗങ്ങളുണ്ട്. ലിതസ്കുനു ഇലൈഹ, സമാധാനത്തോടെ അവളുടെ കൂടെ വീട് കൂടി താമസിക്കാനാണ്. ഒരു സമാധാനമുള്ള ജീവിതം നിങ്ങൾക്ക് ഉണ്ടാവാനാണ് കുടുംബം. ആ കുടുംബത്തിന്റെ അടിവേരിനെ അല്ലാഹു ഒന്നുകൂടെ എടുത്തു പറഞ്ഞു, വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ. നിങ്ങൾക്കിടയിൽ അല്ലാഹു തആല മവദ്ദത്തും റഹ്മത്തും അല്ലാഹു വെച്ചു തന്നു എന്നാണ്. മവദ്ദത്ത് എന്ന് പറയുന്ന പദത്തിനെ ഒരുപക്ഷെ അറബി ഭാഷയിൽ പ്രണയത്തിന് ഉപയോഗിക്കുന്ന പദങ്ങളെ 90-ലധികം പദങ്ങൾ കാണാൻ പറ്റും. അതിന്റെ ഏറ്റവും സുപ്പീരിയർ പദവിയിൽ നിൽക്കുന്ന വേർഡാണ് മവദ്ദ. അങ്ങേയറ്റത്തെ പ്രണയം അല്ലാഹു നിങ്ങളിലൂടെ വെച്ചു തന്നു എന്നാണ്. അതിന് പലപ്പോഴും ആയത്തെ വിശദീകരിച്ച മുഫസ്സിരീങ്ങൾ പറഞ്ഞത്, വിവാഹം കഴിഞ്ഞാൽ ഒരു നിശ്ചിതമായ കാലയളവുകളിൽ ദമ്പതികൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രത്യേകമായ സ്നേഹത്തിനാണ് മവദ്ദ എന്ന് പറയുന്നത്. എന്നാൽ അതിന്റെ കൂടെ അല്ലാഹു ചേർത്ത് പറഞ്ഞ മറ്റൊരു പദം കൂടെയുണ്ട്, വറഹ്മ. പ്രായാധിക്യത്തിന്റെ മൂർധന്യാവസ്ഥയിലും തന്റെ പ്രിയപ്പെട്ടവൻ തളർന്നു കിടക്കുമ്പോഴും ശരീരത്തിന്റെ ടെമ്പറേച്ചർ മാറുമ്പോഴും ഹൃദയം നോവുന്ന കാരുണ്യത്തിന്റെ ഒരു സ്നേഹമുണ്ട്. അത് രണ്ടും നിങ്ങളിലൂടെ വെച്ചു തന്നവൻ അല്ലാഹുവാണ്. അല്ലാഹു തന്ന ഈ മനോഹരമായ കുടുംബത്തിന്റെ വ്യവസ്ഥിതി ഒരുപക്ഷേ മനുഷ്യന്റെ ചില കൈക്രിയകൾ കാരണത്താൽ, അവനിലൂടെ കടന്നു വരുന്ന വലിയ വലിയ പാപങ്ങൾ കാരണത്താൽ ആ സൗന്ദര്യത്തെ മനുഷ്യനായി തകർത്ത് കളയുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. പ്രിയമുള്ളവരെ, കുടുംബത്തിനെ ഉപയോഗപ്പെടുത്താൻ അല്ലാഹു തന്നതിനെ ഹിതമാണ്. അല്ലാഹു മനുഷ്യനെ അനുവദിച്ചു തന്നതാണ്. അതിന് നമ്മൾ മലയാളത്തിൽ ഹിതം എന്ന് പറയും. ആ ഹിതമായതിനപ്പുറത്തേക്ക് മനുഷ്യൻ കടക്കുന്നുണ്ടെങ്കിൽ അതിന് മലയാളത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് അവിഹിതമെന്ന് പറയുന്നത്. പ്രണയമായി
വികാരങ്ങളായി, അത് കാമങ്ങളായി അപകടകരമായ സാഹചര്യങ്ങളിൽ കടന്നു പോവാൻ. തികച്ചും ഈ ഒരു അവധിക്കാല സമയത്ത് ബോധപൂർവം ഈ ഒരു വിഷയത്തെ നിങ്ങളോട് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ഭാഗ്യം കിട്ടിയവരാ നമ്മൾ. അവിടെ ശൈത്താനിന്റെ കുതന്ത്രങ്ങളിൽ പെടാതെ കുതറിയോടി വന്നവരാ നമ്മൾ. ഇനി ശൈത്താനിന് നമ്മളെ പിടിച്ചുകെട്ടാൻ കഴിയുന്ന മേഖല ധാർമ്മികതയുടെ മേഖലയാണ്. അവിടെ ഒരുപക്ഷെ നമ്മളുടെ കുടുംബത്തിന് ശിഥിലീകരിക്കപ്പെടാൻ, നമ്മളുടെ കുടുംബത്തിന്റെ സമാധാനങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ, മക്കളുടെ സ്വൈര ജീവിതത്തിനും അവരോടുള്ള സ്നേഹത്തിനിടയിലും വിള്ളലുകൾ വീഴ്ത്താൻ അപകടകരമായി കടന്നു വരുന്ന ഒന്നാണ് ഇത്തരം അവിഹിതങ്ങൾ എന്ന് പറയുന്ന വസ്തുതകൾ എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ആലോചിക്കേണ്ടത് ഒരുപക്ഷെ അവിഹിതം വളരെ രഹസ്യമായി തുടങ്ങിയേക്കാം, പക്ഷേ അത് അവസാനിക്കുന്നത് ഒരിക്കലും മൗനത്തിലായിരിക്കില്ല. അത് ജീവിതം, രണ്ടുപേരുടെയും ജീവിതത്തെ തകർത്തുകൊണ്ടായിരിക്കാം അത് മുന്നോട്ട് പോകുന്നത് എന്ന യാഥാർത്ഥ്യങ്ങളെ നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല. പലപ്പോഴും വളർത്തിവന്ന മാതാപിതാക്കളുടെ ഇഷ്ടങ്ങൾക്ക് വൈരുദ്ധ്യമായി ഇന്നലെ കണ്ട ഒരുത്തന്റെ സ്നേഹമാണ് സത്യമെന്ന് പറഞ്ഞ് മറ്റൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവരെ മുഴുവനും വെറുപ്പിച്ച് ഇറങ്ങിപ്പോകുന്ന മക്കളെ നമുക്ക് കാണാൻ സാധിക്കും. ഇത്തിരി പോന്ന മക്കളെ, അവർ നൊന്ത് പ്രസവിച്ച മക്കളെ വീട്ടിൽ ഒറ്റപ്പെടുത്തി ഇഷ്ടപ്പെട്ട കാമുകന്റെ കൂടെ ഇറങ്ങിത്തിരിക്കുന്ന കുടുംബിനികളെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ കേരളത്തിന്റെ കണക്ക് പ്രകാരം നിലവിൽ അവിവാഹിതരായ മക്കൾ ഒളിച്ചോടിയതിനേക്കാളും ഇരട്ടിയാണ് വിവാഹിതരായ വീട്ടമ്മമാർ ഒളിച്ചോടിയത് എന്നുള്ളതാണ് നിലവിൽ നമ്മുടെ നാടിന്റെ കണക്ക് കിടക്കുന്നത്. അവിടെ നമ്മൾ ആലോചിക്കേണ്ട, ആരുടെയും നൊമ്പരങ്ങൾ ആരും ഫീൽ ചെയ്യണില്ല. അവർക്ക് തോന്നിയതാണ് ശരിയെന്നുള്ള രൂപത്തിലെ. പക്ഷെ ജീവിതത്തിന്റെ കയ്പ് നീര് കുടിക്കാൻ തുടങ്ങുമ്പോ, ഇഷ്ടങ്ങൾ പലയിടത്തും അവസാനിക്കാൻ തുടങ്ങുമ്പോ, ജീവിതത്തിന്റെ നൊമ്പരങ്ങൾ അറിയുമ്പോ ആ സമയത്ത് ഹൃദയത്തിൽ കയറി വരുന്ന ഒരായത്തുണ്ടാവാം. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ബഖറയിലെ അല്ലാഹു തആല പറയുന്നുണ്ട്, വഅസ അൻ തക്റഹു ശൈഅ വഹുവ ഖൈറുൽ ലക്കും. ഒരുപക്ഷെ നിങ്ങൾ വെറുക്കുന്ന ഒന്ന് അത് നിങ്ങൾക്ക് ഖൈറായേക്കാം. വഅസ അൻ തുഹിബ്ബു ശൈഅ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒന്ന് അത് നിങ്ങൾക്ക് ഷർറായി മാറിയേക്കാം. കാരണം അല്ലാഹു എല്ലാം അറിയും, നിങ്ങൾക്കറിയില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഇന്നത് വേണ്ട എന്നല്ല പറയുന്നത്. അതിന്റെ പര്യാവസാനത്തിന്റെ ഖൈർ അറിയുന്നവൻ അല്ലാഹുവാണ്. അതിന്റെ പര്യാവസാനങ്ങളുടെ ഷർ അറിയുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു വാക്കുണ്ട്, അവിഹിതത്തിന്റെ പരിസരത്ത് പോലും നിങ്ങളാരും സഞ്ചരിക്കരുത് എന്നുള്ളതാണ്. അതിന്റെ പരിസരത്ത് പോലും നിങ്ങളാരും സഞ്ചരിക്കരുത് എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, അടുക്കല്ലേ, വ്യഭിചരിക്കരുത് എന്നല്ല പറഞ്ഞേ. അതിന്റെ വഴികളിലേക്ക് പരിസരത്ത് പോലും നിങ്ങൾ പോകണ്ട. കണ്ണുകൊണ്ടൊരു ഹറാമിനെ നിങ്ങൾ കാണുന്നത്, കാതുകൊണ്ട് അശ്ലീലമായ സംസാരങ്ങളെ നിങ്ങൾ കേൾക്കുന്നത്, കിന്നാര സംസാരങ്ങളെ നിങ്ങൾ കേൾക്കുന്നത്, അശ്ലീല ചുവയോടുകൂടെ നിങ്ങൾ സംസാരിക്കുന്നത്, ഒരു അവിഹിതമായ ബന്ധത്തിൽ ഒരുവളെ കാണാൻ, ഒരുവനെ കാണാൻ നിങ്ങളുടെ കാലുകൊണ്ട് നിങ്ങൾ നടക്കുന്നത്, ഇത് മുഴുവനും കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണ്, കാതുകൊണ്ടുള്ള വ്യഭിചാരമാണ്, കൈകൊണ്ടുള്ള വ്യഭിചാരമാണ്, കാലുകൊണ്ടുള്ള വ്യഭിചാരമാണ്. അവസാനം വഹി അറിയിച്ച അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തില് ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ വഴികളൊക്കെ നടന്നു കളയുമ്പോഴാണ് അവസാനം അവരുടെ ലൈംഗികാവയവങ്ങൾ ഏറ്റവും വലിയ അധാർമികതയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് അതിന്റെ പരിസരത്തേക്ക് പോലും നിങ്ങൾ അടുക്കണ്ട, അത് നല്ലതെന്ന് വിചാരിക്കണ്ട. ഇന്നഹു കാന ഫാഹിഷാ, അതൊരു നീചവൃത്തിയാണ്, നീചവൃത്തിയാണ് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. ഏത് മേഖലയിലും സ്വസ്ഥത ഉണ്ടാവില്ല. നന്നായി പഠിച്ചിരുന്ന കുട്ടിയാണ്, പക്ഷെ ഒരു മോഡൽ എക്സാമിൽ വന്നപ്പോ 100ൽ 10 താഴെ മാർക്ക്. എന്തുകൊണ്ടാണ്? അവരുടെ പഠനത്തിന്റെ ചിന്തകൾ മാറിപ്പോയി, സമാധാനം കിട്ടണില്ല. തൊഴിലിടങ്ങളിൽ പ്രിയമുള്ളവരെ, ജോലിയിൽ ശ്രദ്ധിക്കാൻ അവരെ കഴിയില്ല. ലോകം മൊത്തം അവരെ ശ്രദ്ധിക്കുമ്പോഴും അവര് വേറൊരു ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായി മാറാണ്. അവരുടെ മക്കളെ ആത്മാർത്ഥമായി ചേർത്ത് പിടിക്കാൻ, അവരോടൊന്ന് കളിക്കാൻ, അവരെ ഒന്ന് കൊഞ്ചിക്കാൻ ആ പിതാവിന് കഴിയുന്നില്ല. അവന്റെ പ്രിയപ്പെട്ടവരോട് ആത്മാർത്ഥമായി ഇടപെടാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല. അത് ഫാഹിഷത്താണ്. വസാഅ സബീല, ഏറ്റവും ചീത്തയായ മാർഗമാണത്,
ഏറ്റവും മോശപ്പെട്ട മാർഗമാണ്. അല്ല വെറുതെ പറയുന്നതല്ല കേട്ടോ. മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ മാർഗം ആരുടേതെന്നറിയോ നിങ്ങൾക്ക്? അത് പിശാചിന്റെ മാർഗമാണ്, ശൈത്വാനിന്റെ മാർഗമാണ്. കാരണം അതിലേക്ക് പ്രചോദനം നൽകുന്നവൻ ശൈത്വാനാണ്. അതുകൊണ്ട് തടസ്സങ്ങളൊന്നും മനുഷ്യന്റെ മുമ്പിൽ തടസ്സമല്ലാതെ മാറും. ഈ പറയുന്നത് നിങ്ങൾ കൊത്തിവെച്ചോ. അവർക്ക് ശൈത്താൻ എല്ലാം സുയ്യിന ലഹും ഹുബ്ബു ശഹവാത്ത്, ദുനിയാവിന്റെ എല്ലാ ഇച്ഛകളും ശൈത്താൻ അലങ്കൃതമായി തോന്നിപ്പിച്ചു കൊടുക്കും. ആളുകൾ അവരോട് ഉപദേശിച്ചാലും, ഇത് ശരിയല്ല എന്ന് പറഞ്ഞാലും, ഇതിന്റെ വരാനിരിക്കുന്ന അപകടങ്ങളെ പറഞ്ഞു കൊടുത്താലും ശൈത്താന് മാത്രം അവരോട് അലങ്കാരമാക്കി കൊടുക്കുന്ന പ്രവണതകളുണ്ടാകും. അങ്ങനെ കടന്നു വരുമ്പോ പ്രിയമുള്ളവരെ, നിങ്ങൾ ആലോചിച്ചൊക്കെ, പ്രിയപ്പെട്ട ഭർത്താവിന് വിഷം കൊടുക്കാൻ അവർക്ക് മടിയില്ലാതെ വരുന്നത്, അല്ലാഹു തആല ചേർത്ത് കൊടുത്ത പ്രിയപ്പെട്ടവളോട് കൊലപാതകം ചെയ്യാൻ മടിയില്ലാതെ വരുന്നത്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ഒരു ഉമ്മ ഗർഭം ചുമക്കുന്ന കാലഘട്ടങ്ങളില് എത്ര വലിയ വേദനകളും യാതനകളും അനുഭവിക്കുന്നുണ്ടെന്ന്. എന്നിട്ട് ആ വേദനകൾക്കൊക്കെ ഉപരി നോക്കി 19 ആഴ്ചകളോളം ഗർഭത്തിന്റെ കുഞ്ഞ് പ്രായമാകുമ്പോ, ആ കുഞ്ഞ് ചലിക്കാൻ തുടങ്ങുമ്പോ ഉമ്മാന്റെ ശരീരം ഇങ്ങനെ വേദനിക്കുന്നുണ്ട്. പക്ഷെ ഉമ്മാക്ക് ആ ചലനം വരാതിരിക്കുമ്പോഴാണ് ഉമ്മാന്റെ മനസ്സ് വേദനിക്കുന്നത്. അങ്ങനെ പറക്കുന്ന നാള് മുതൽ മുഖമറിയാതെ, ശബ്ദമറിയാതെ, സ്വരമറിയാതെ, പ്രകൃതമറിയാതെ ആത്മാർത്ഥമായി സ്നേഹിച്ചത് ഉമ്മയാണ്. ശരീരത്തിന്റെ 22 അസ്ഥികൾ ഒരേ സമയം പൊട്ടുന്ന വേദനയോടുകൂടെ ജന്മം കൊടുത്ത ഉമ്മയാണ്. സ്വന്തം ശരീരത്തിൽ നിന്ന്, മെലിഞ്ഞൊട്ടിയ ശരീരങ്ങളിൽ നിന്ന് പാല് നുകർന്ന് മാതാവിന്റെ മാറിടത്തിൽ കടിക്കുമ്പോഴും തലോടിയിട്ട് ഉമ്മാക്ക് വേദനിക്കുന്നടാ എന്ന് പറഞ്ഞ ഉമ്മയാണ്. ഈ ശൈത്താനിന്റെ കുതന്ത്രത്തിൽ കുടുങ്ങുമ്പോ 3 വയസ്സുള്ള, 1.5 വയസ്സുള്ള ഓമനത്തന്തുളുമ്പുന്ന കുഞ്ഞിന്റെ മുഖത്ത് നോക്കി ഇവനെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഇട്ടെറിഞ്ഞ് മറ്റൊരാളുടെ കൂടെ ഇറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചു വെച്ചോ, അത് ശൈത്താനാണ് നിങ്ങൾക്ക് അലങ്കാരമാക്കി തരുന്നത് എന്നാണ്. നമ്മളുടെ കണ്ണുകളെ ഇരുട്ടാക്കരുത്. അതുകൊണ്ട് ശൈത്താനിൽ നിന്ന് കാവല് ചോദിക്കാൻ, അള്ളാഹുവിന്റെ വഴിയിലേക്ക് മാറാൻ, അള്ളാഹുവിന്റെ മാർഗത്തിനെ സ്വീകരിക്കാൻ, അത്ര വലിയ അപകടങ്ങളിലേക്ക് ശൈത്താൻ നമ്മളെ കൊണ്ടുപോയി എത്തിക്കുമെന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, സമൂഹത്തിൽ അപമാനിതനായി എല്ലാ കുടുംബങ്ങളും ശിഥിലീകരിക്കപ്പെട്ട് പിന്നീട് ഒരു പുനർവിചിന്തനത്തിന് നിന്നാൽ അതിനെ തിരിച്ചു കിട്ടിക്കോളണമെന്നില്ല. അതുകൊണ്ട് ഈ ഖുത്ബ ശ്രവിക്കുന്ന നിങ്ങളോട് ഓരോരുത്തരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നിങ്ങളോട് പറയാൻ, മനുഷ്യനാണ്. അബദ്ധങ്ങളെങ്ങാനും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, തിന്മകളുടെ വഴികളിലൂടെ കടന്നു വരുന്നവരുണ്ടെങ്കിൽ അതിനെ ഫുൾ സ്റ്റോപ്പ് ചെയ്യാൻ, വേണ്ടാന്ന് വെക്കാൻ, അരുതെന്ന് പറയാൻ, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് മനസ്സിനെ കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഇതിലൊക്കെ കടന്നു പോകുമ്പോൾ പലരും ചോദിക്കും, അതിനെന്താ പ്രശ്നം എന്നുള്ളതാണ്. പടച്ച റബ്ബിന്റെ ചില വാക്കുകളെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആരെയാ നമ്മൾ വഞ്ചിക്കുന്നത്? കുടുംബജീവിതം നയിക്കുന്ന പുരുഷന്മാരോടാണ്. ആരെയാ നമ്മൾ വഞ്ചിക്കുന്നത്? ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകൃതിയെ അവളുടെ ശരീരത്തിന് പടച്ചിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. നമ്മളൊക്കെ സാധാരണ അതിനെ മാസമുറ എന്ന് പറയും. നിങ്ങൾക്കറിയോ, 28 ദിവസം കൂടുമ്പോൾ മിനിമം ആരോഗ്യവതിയായ ഒരു സ്ത്രീ 5 ദിവസം അവര് പീരീഡ്സിലാണ്. എന്തിനാണ്? നിങ്ങൾക്കൊരു മക്കൾക്ക് ജന്മം തരാൻ വേണ്ടിയിട്ടാണ്, ഒരു കുഞ്ഞിന് ജന്മം തരാനാണ്. 150 മില്ലി ലിറ്ററോളം ബ്ലഡാണ് അവരുടെ ശരീരത്തിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു 10-40 വർഷമാകുമ്പോഴേക്കും 521 തവണ അവരെ പീരീഡ്സിലൂടെ കടന്നുപോയി. ഓക്കെ, അതായത് 2607 ദിവസം, അതായത് 7 വർഷം കണ്ടിന്യൂ ഒരു ശരീരത്തിൽ നിന്ന് രക്തമൊഴുക്കുന്നത് പോലെ 391 ലിറ്റർ ബ്ലഡാണ് ആ ശരീരത്തിൽ നിങ്ങൾ ഒഴുകിപ്പോയത്. എന്നെയും നിങ്ങളെയും പോലെയുള്ള 6 അടി ഉയരമുള്ള മനുഷ്യന്മാരെ ശരീരത്തിൽ 6 ലിറ്റർ ബ്ലഡ് ഉണ്ടാകും. 10-65 ആണുങ്ങളെ നിരന്നു നിന്നാൽ അവരുടെ ശരീരത്തിലൂടെ മുഴുവൻ ഒഴുകുന്ന ബ്ലഡാണ്. ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ ഒരു ഉമ്മാന്റെ ശരീരത്തിൽ നിന്ന് അവരൊഴുക്കി വിട്ടത് എന്നുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിന്റെ സൗന്ദര്യം ഇന്ന് നിങ്ങൾക്ക് പോരാ എന്ന് തോന്നിയോ? അവരുടെ ശരീരത്തിന്റെ ആകാര വെടിവുകൾ നിങ്ങൾക്ക് മടുത്തെന്ന് തോന്നിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തന്ന ആരോഗ്യത്തിന് നമുക്കൊരു മക്കളെ തരാൻ
നമുക്ക് വേണ്ടി സേവനമനുഷ്ഠിക്കാൻ. നമ്മൾ പറയും ജോലിയൊന്നുമില്ല, വീട്ടിലാണ്. എത്ര കിലോമീറ്ററാ ഒരു ദിവസം നടക്കുന്നത്? അന്യനാട്ടിൽ പോയി മറ്റുള്ളവരുടെ കൂടെ ജോലിയെടുക്കുമ്പോ 5 നേരത്തെ നമസ്കാരം കഴിഞ്ഞ് എന്റെ പ്രിയപ്പെട്ടവനെ കാത്തുകൊള്ളണേന്ന് അള്ളാഹുവിനോട് കരങ്ങളുയർത്തുന്ന സഹോദരിയോട് എങ്ങനെയാണ് വഞ്ചനയുടെ ലാഞ്ചന നമ്മളുടെ മനസ്സുകളിലൂടെ കടന്നു വരാൻ തോന്നുന്നത്? പ്രിയമുള്ളവരെ, ഉണ്ടാകരുതിട്ടോ. ഒരു തരിമ്പ് പോലും സഹോദരിമാരോടാണ് ജീവിതത്തിന്റെ എല്ലാ സുഖങ്ങളെയും മാറ്റിവെച്ചത്. ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ്, മക്കൾക്ക് വേണ്ടിയിട്ടാണ്, കുടുംബത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോ അറബ് രാജ്യത്തിന്റെ പ്രവാസത്തിന്റെ മണ്ണില് കിട്ടുന്ന 8 മണിക്കൂർ മാത്രം ഇറങ്ങി 16 മണിക്കൂർ ജോലി ചെയ്ത് കിട്ടുന്നത് കൊണ്ട് സുഭിക്ഷകരമായ ഭക്ഷണം കഴിക്കാനല്ല, ആർഭാടകരമായി ജീവിക്കാനല്ല, കുടുംബത്തിന് വേണ്ടി സ്വരൂപിച്ചു വെച്ചവരാണ്. രാവിലെ എഴുന്നേറ്റോടുമ്പോ ഇവിടെ നിന്ന് ഭാര്യ വിളിച്ചു പറയുന്നു, മോളിങ്ങനെ ഒറ്റടി വെച്ച് നടക്കാൻ തുടങ്ങി എന്ന് പറയുമ്പോ ഒന്ന് ചേർത്ത് വെച്ച് കിടന്നുറങ്ങാൻ മോഹമില്ലായിട്ടല്ല, നേർക്ക് നേരെ കാണാൻ ആഗ്രഹമില്ലായിട്ടല്ല, എല്ലാം അവർക്ക് വേണ്ടി മാറ്റിവെച്ച് കേവലം മൊബൈൽ സ്ക്രീനിലൂടെ അതല്ലെങ്കിൽ ഫോട്ടോയിലൂടെ മക്കളെ കണ്ടാസ്വദിക്കുന്ന ആ പാവങ്ങൾ അവിടെ കിടന്ന് അധ്വാനിക്കുമ്പോ അവനെ മാത്രം പങ്കുവെക്കേണ്ട നിങ്ങളുടെ ശരീരമില്ലേ, പെർഫ്യൂമുകൾ വരെ ആ ഭർത്താവിന്റെ മുന്നിലാകണമെന്ന് പറയുമ്പോ മറ്റൊരുത്തനോട് ഒരു പ്രണയത്തിന്റെ ലാഞ്ചന നമ്മളുടെ മനസ്സുകളിലൂടെ കടന്നു വരുമ്പോ, പ്രിയമുള്ളവരെ, എല്ലാം കുടുംബത്തിന് വേണ്ടി സ്വരൂപിച്ച് വീട്ടിലേക്ക് കടന്നു വരുമ്പോ പ്രിയപ്പെട്ടവൾക്ക് മറ്റൊരു കാമുകനുണ്ടെന്നറിയുമ്പോ നെഞ്ചുപൊട്ടുന്ന ആ പാവത്തിന്റെ മനസ്സിനോട് തുലനം ചെയ്യാൻ അള്ളാഹു മാപ്പ് തരില്ല കേട്ടോ. അവരുടെ പ്രാർത്ഥനകൾക്കും അല്ലാഹുമിടയില് മറ കടന്നു വരില്ല എന്ന് യാഥാർത്ഥ്യത്തെ നമ്മൾ തിരിച്ചറിയണം. ഇതൊക്കെ മനുഷ്യന്മാരെ ഒരു നിശ്ചിത സമയത്തെ തെറ്റിലേക്ക് കടന്നു പോകുന്ന ആളുകളോട് പറയാൻ, ഇതുകൊണ്ട് സംഭവിക്കുന്ന അപകടങ്ങളെ നമ്മൾ അറിയണില്ല. അള്ളാഹു നിഷിദ്ധമാക്കിയ ഒരുപാട് മേഖലകളിൽ ഒന്ന് ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വരും. വിവാഹം കഴിച്ചെടുത്ത മോളെ നിങ്ങൾ ആലോചിക്കണുണ്ടോ? പുരുഷന്മാരോടൊരു നിക്കാഹിന്റെ ഉടമ്പടിയിൽ ഒരു വാപ്പ നമ്മളോട് പറയുന്ന ഒരു വാക്കുണ്ട്, ഇന്ന മഹറിനെ സ്വീകരിച്ച് എന്റെ മകളെ ഞാൻ താങ്കൾക്ക് നിക്കാഹ് ചെയ്ത് തന്നു എന്ന് പറയുമ്പോ ആ മോളുടെ വലിയ ആരെന്നറിയോ? ആ ബാപ്പൻ നിക്കാഹോടെ ഏറ്റെടുത്തപ്പോ വലിയ ആരെന്നറിയോ? ഏറ്റെടുക്കുന്ന പുതിയാപ്പിളയാണ്, ആ വരനാണ്. ആ വാപ്പ ആ മോളുടെ കണ്ണ് നിറഞ്ഞാൽ ആ വാപ്പാന്റെ ചങ്ക് പടക്കുമായിരുന്നു. എന്റെ മോളെ ഏറ്റെടുക്കുന്ന കാലഘട്ടം മുതലേ അവരുടെ കണ്ണ് നിറയല്ലേ എന്ന് ആ ബാപ്പ ആഗ്രഹിക്കുന്നുണ്ട്. എന്റെ മോളെ പൊന്നോലെ നോക്കണട്ടോ, അഥവാ നിനക്കതിന് കഴിയാതെ വന്ന ഇങ്ങ് തിരിച്ചു തന്നേക്ക് എന്ന് ഉള്ളുകൊണ്ട് പറയാത്തൊരു വാപ്പയില്ല. ഒരു നിക്കാഹിന്റെ വേളകളിൽ നിങ്ങൾ ആലോചിച്ചോക്ക്, ആ മാതാപിതാക്കളെ നൊമ്പരപ്പെടുത്തി മകള് പ്രയാസത്തിലാണെന്ന്, അല്ലെങ്കിൽ മകളുടെ കയ്യിലിരിപ്പ് കൊണ്ട് ആ വാപ്പാന്റെ മുഖം താഴേണ്ടി വന്നാൽ, മുത്തറസൂലേ, ലോകത്തിലെ വലിയ പാതകങ്ങൾ എന്താണ്? അവിടുന്ന് പറഞ്ഞു, ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കലാണ്, അവരെ പ്രയാസപ്പെടുത്തലാണ്. ദുൽഹജ്ജ് മാസത്തിനോടടുക്കുമ്പോ അള്ളാന്റെ കഅബാലയത്തിന് എത്രമാത്രം പവിത്രതയുണ്ടോ അതിനേക്കാൾ പവിത്രമാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ അഭിമാനമെങ്കിൽ, ആ അഭിമാനത്തിനെ നമ്മൾ ക്ഷതം വരുത്തുന്നുണ്ടെങ്കിൽ, ആ മുഅ്മിനായ മനുഷ്യൻ ബാപ്പയാണെങ്കിലോ, ആ മുഅ്മിനായ മനുഷ്യൻ ഉമ്മയാണെങ്കിലോ, ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഇവളെ വിളിച്ചുകൊണ്ടേക്കോ എന്ന് പറയുമ്പോ ഏത് അഭിമാനത്തിലാണ് ആൾക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് ബാപ്പ തിരിച്ചു വരാനുള്ളേ? ഒരുപാട് പണം മുടക്കി നിക്കാഹ് സൗന്ദര്യത്തോടെ നടത്തിയ ബാപ്പ പ്രതാപത്തിൽ കടന്നു വരും നിങ്ങൾ വിചാരിക്കണുണ്ടോ? മകന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് മറ്റുള്ള ആളുകളുടെ മുമ്പിൽ ഒരു ബാപ്പാക്ക് തലതാഴ്ത്തിയിരിക്കേണ്ടി വരുന്നതെങ്കിൽ അതുകൊണ്ട് മാരകമായ അപകടം അവിടെ നമ്മൾ സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് അനാഥത്വങ്ങളെ സൃഷ്ടിക്കുന്നുണ്ട്. അനാഥത്വങ്ങളെ നമ്മൾ ആരും അറിയണില്ല. മക്കള് യത്തീമുകളായി ജീവിക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ഈ പള്ളിയിലെ ഒരു സുഹൃത്ത്, അദ്ദേഹം പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്
ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഒരുപാട് തരം വിഷയങ്ങളെ സുൽഹ് ചെയ്യാൻ അള്ളാഹു അദ്ദേഹത്തിന് തൗഫീഖ് കൊടുക്കട്ടെ. ഒരു 3 വയസ്സുണ്ടാവുമെന്ന് പറഞ്ഞു ചെറിയൊരു മോള്. ഓമരത്തം തുളുമ്പുന്ന ആ കുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് ഉമ്മ പറയാണ്, എനിക്ക് ഈ കുട്ടീനെ വേണ്ട. നിങ്ങൾ ആലോചിച്ചോക്ക്, ആ മനസ്സെന്തായിരിക്കും നിങ്ങൾ ആലോചിച്ചോക്ക്. ബാപ്പല്ലാതെ എങ്ങനെങ്കിലുമൊക്കെ മക്കള് വളരണുണ്ടാവും. കാരണം ഒരു ഷുമ്മാക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അതിനെ. പക്ഷെ ഒരു കുട്ടിക്ക് ഉമ്മയില്ലാത്ത അവസ്ഥ വന്നാൽ ആ അവസ്ഥ എന്താണ്? ആ അനാഥത്വങ്ങൾ ആര് കൊടുത്തതാണ്? ഉണ്ടാവരുത് കേട്ടോ. നോക്കി, റിയലി ഉമ്മയും ബാപ്പയും മരിച്ചുപോയ മക്കളാണെങ്കിലും ആ മക്കളോട് നിങ്ങൾ ഭക്ഷണം കൊടുക്കണമെന്ന് മാത്രമല്ലല്ലോ പറഞ്ഞ, അന വകാഫിലുൽ യതീം ഹകദാ ഫിൽ ജന്ന, അവരെ നിങ്ങൾ സംരക്ഷിക്കണം എന്നാ പറഞ്ഞേ. ആ നഷ്ടപ്പെട്ടു പോയ ഗ്യാപ്പ് നികത്തണം എന്നാ പറഞ്ഞേ. ഇവിടെ നിങ്ങൾ ആലോചിച്ചോക്ക്, ഇനി അഥവാ മറ്റൊരാളുടെ കൂടെ പോയാലും മക്കളെ മാതാപിതാക്കൾ ജീവിച്ചിരുന്നിട്ടും പന്ത് തട്ടുന്ന പോലെ മക്കളെ തട്ടിക്കളിക്കുന്ന അപകടാവസ്ഥയിലേക്ക്, അതുപോലെ തന്നെ മാനസിക വികാരങ്ങളെ തകർത്തെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത് ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾ ന്യായീകരിക്കും. ഈ തെറ്റ് ചെയ്യുന്നവരോട് എന്ത് പറഞ്ഞാലും ന്യായീകരിക്കും. അവരോട് പറയാനുള്ളത്, അവരുടെ ഭാര്യയുടെ ഫോണിലാണ് മറ്റൊരാളോടുള്ള രഹസ്യ ചാറ്റിംഗ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണ് ആലോചിച്ചിട്ടുണ്ടോ? ഭർത്താവിന്റെ ഫോണിലാണ് ഒരു സ്ത്രീയുമായുള്ള അവിഹിതത്തിന്റെ ചാറ്റിംഗ് നിങ്ങൾ കാണുന്നതെങ്കിൽ മാനസികാവസ്ഥ എന്താണ്? അതൊന്നും നമ്മൾ ആലോചിക്കലില്ല. മഹാനായ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ റഅയ്തു റജുലൻ മഅ ഇംറഅതി, എന്റെ ഭാര്യയുടെ കൂടെ എങ്ങാനും ഒരു പുരുഷനെ ഞാൻ കണ്ടിരുന്നാൽ ലദറബ്തുഹു ബിസൈഫ്, എന്റെ വാള് കൊണ്ട് അവന്റെ തല ഞാൻ അറുക്കുമെന്ന് സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ഫബലഅ ദാലിക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് അല്ലാഹുവിന്റെ ഹബീബിലേക്ക് വിവരം എത്തുകയാണ്. റസൂൽ അത് ചോദിച്ചു, എന്റെ സഅദ് ബിൻ ഉബാദ അങ്ങനെ പറഞ്ഞതിൽ അതഅജബൂന മിൻ ഉയറത്തി സഅദ്, സഅദിന്റെ ദേഷ്യത്തില് നിങ്ങൾക്ക് അത്ഭുതമുണ്ടോ? സഅദ് ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയുന്നതിൽ നിങ്ങൾക്ക് അത്ഭുതമുണ്ടോ? അനാ അഗ്യറു മിൻ, ആ സഅദിനെക്കാളും ദേഷ്യമുള്ളവൻ ഞാനാണ്. ആ വിഷയത്തില് എന്റെ ഭാര്യയുടെ കൂടെ മറ്റൊരാളെ കണ്ടാൽ അവന്റെ തല ഞാൻ അറുത്ത് കളയുമെന്ന് പറഞ്ഞ സഅദ് ബിൻ ഉബാദിനെക്കാളും ദേഷ്യമുള്ളവൻ മുഹമ്മദ് എന്ന ഈ പ്രവാചകനായ ഞാനാണെന്ന് റസൂലുള്ളാഹ്. വല്ലാഹു അഗ്യറു മിന്നി, എന്നെക്കാളും ദേഷ്യമുള്ളത് എന്റെ അല്ലാഹ്ക്കാണ്, എന്റെ അല്ലാഹ്ക്കാണ്. ആ റബ്ബ് നമ്മളെ വെറുതെ വിടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആർക്കും സഹിക്കാൻ കഴിയാത്ത മേഖല. എല്ലാ ബഹുമാനങ്ങളും അസ്തമിക്കും. പ്രിയമുള്ളവരെ, വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോഴേ ഓടി വന്ന് കെട്ടിപ്പിടിക്കണ മക്കളില്ലേ? അവരുടെ ഹീറോ അവരുടെ വാപ്പയാ. നിങ്ങൾ ഏത് പൊസിഷനിൽ ജോലി ചെയ്തോട്ടെ, നിങ്ങൾ എത്ര സാമ്പത്തികമായി ഉന്നതരായിക്കോട്ടെ താഴ്ന്നവരായിക്കോട്ടെ, നമ്മുടെ മക്കളുടെ ഹീറോ വാപ്പയാണ്. നിങ്ങൾക്കറിയോ, ആ വാപ്പ ഒരു മോശക്കാരനെന്നറിയുമ്പോ ആ മക്കൾ ഏത് ബഹുമാനമാ നമ്മളോട് കാണിക്കാനുള്ളത്. അതുകൊണ്ടാണ് റസൂലേ അവരോട് പറഞ്ഞു കൊടുക്കണേ, ഇന്നമാ ഹറമ റബ്ബി അൽ ഫവാഹിഷ, അല്ലാഹു ഈ നീചമായ കാര്യങ്ങളെ അല്ലാഹു നിങ്ങളോട് ഹറാമാക്കി തന്നത്. വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നീചവും നികൃഷ്ടവുമായ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് അവൻ വിരോധിച്ചത്. നമ്മളുടെ എല്ലാ ബഹുമാനങ്ങളെയും ഇല്ലാതാക്കി കളയുമെന്നുള്ളതാണ്. എത്ര വിദ്വേഷ കൊലപാതകങ്ങൾക്കാണ് ഇത് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. ഓക്കെ, മകളെ ഉപദ്രവിച്ചവനോട് വാപ്പ പ്രതികാരം ചെയ്യാൻ ഇറങ്ങി നിൽക്കാൻ, ഓക്കെ, അങ്ങനെ ഒരുപാട് കൊലപാതകങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുമ്പോ, പ്രിയമുള്ളവരെ, മാത്രമല്ല ഇതിലേറ്റവും കാമ്പിൽ നമ്മൾ ആലോചിക്കണമെന്നറിയോ, ഇതൊന്നും പുറത്തു വരൂല്ല എന്നൊരു ധൈര്യമാണ് നമ്മളുടെ മനസ്സിലുള്ളതെങ്കിലേ അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് ആരും ഇരിക്കണ്ട കേട്ടോ. അത് പുറത്തു വരിക തന്നെ ചെയ്യും. അത് നമ്മൾ ആരും പുറത്തു വരൂല എന്നുള്ളൊരു ധൈര്യത്തിന്റെ മേലെ നമ്മൾ ഇരിക്കേണ്ടതില്ല. കാരണം ഒന്ന്, ഒരുപക്ഷെ നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ ദൃഷ്ടിയിലായിരിക്കാം, മറ്റുള്ളവരുടെ ദൃഷ്ടിയിലായിരിക്കാം. നമ്മളിതൊക്കെ ആലോചിക്കേണ്ടത്, ഒരു ചില്ല് ഗ്ലാസ് ഇങ്ങനെ തകർന്നു പോയാൽ അതിനെ ഗമ്മ് വെച്ച് തിരിച്ചൊട്ടിക്കാൻ സാധിക്കും, പക്ഷെ അതിന്റെ ക്രാക്കുകൾ അവിടെ കിടക്കും. ഒരുപക്ഷെ വീണ്ടും അതിന്റെ ലീക്കില്ലാതെ സൂക്ഷിക്കാൻ പറ്റുമെന്ന് വിചാരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മനോഹരമായൊരു ജീവിതത്തിനെ, സുന്ദരമായൊരു ചേർത്തുവെക്കലിനെ നമ്മളായിട്ട് ഇങ്ങനെ തകർത്ത് കളയരുത്. അള്ളാന്റെ മുമ്പിൽ അത് വരുന്ന ഒരു സമയമല്ലേ,
ഖുൽ റസൂലേ പറഞ്ഞുകൊടുക്ക്, ഇഖ്റ കിതാബക, നിന്റെ ഗ്രന്ഥം നീ ഒന്ന് വായിച്ചു നോക്ക്. കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബാ, ഇന്നത് നിനക്ക് മതിയായതാണ്. നിന്റെ വിചാരണ ഇന്നേ ദിവസം നിനക്ക് മതിയായതാണ്. എല്ലാ രഹസ്യങ്ങളും മാറുന്ന നിമിഷമാണ്. എല്ലാ രഹസ്യങ്ങളും മാറുന്നൊരു നിമിഷമാണ്. നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇന്ന് പലപ്പോഴും ഈ പഴയ ജഹാലത്തിലേക്ക് നമ്മൾ മടങ്ങണ മനുഷ്യന്മാരുണ്ട്. ക്യാമ്പസുകളിലെ, സ്ഥാപനങ്ങളിലെ ഗെറ്റ് ടുഗദറുകൾ, ഞാൻ അതിനെ മോശമാക്കി അടച്ചാക്ഷേപിച്ചു പറയല്ല. ഒരുപക്ഷെ ബുദ്ധിയില്ലാത്ത കാലഘട്ടങ്ങളിൽ എന്തെങ്കിലുമൊക്കെ തിന്മകൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ പൊടിതട്ടിയെടുക്കുന്ന, വേണ്ടാട്ടോ അങ്ങനത്തെ നോക്കി. ഇസ്ലാമിക ലോകത്ത് ഒരാണും ഒരു പെണ്ണും ഒറ്റക്കിരിക്കുന്നതിനെ അള്ളാഹുവിന്റെ ദീൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ആധുനിക വർത്തമാന കാലഘട്ടത്തിൽ ഉലമാക്കളുടെ ഹദീസുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ചാറ്റ് റൂമിൽ ആണും പെണ്ണും ഒറ്റക്കാവുന്നത് നിഷിദ്ധമാണെന്നുള്ളതാണ്. അങ്ങനെ ഒരു മോശപ്പെട്ട സംസാരങ്ങളിലേക്ക്, ഒരു സ്ത്രീയുടെ സംസാരം, ശബ്ദം അത് ഔറത്താണോ എന്ന ചോദ്യത്തിന് ഇസ്ലാമിക ലോകത്ത് മറുപടി എന്തെന്നറിയോ? അത് ഔറത്തല്ല. ഒരു പെണ്ണ് ഒരു പുരുഷനോട് സംസാരിക്കാൻ പാടില്ലാന്നോ, ശബ്ദം കേൾക്കാൻ പാടില്ലാന്നോ, അത് മറച്ചു വെക്കണമെന്നോ നിയമമില്ല. പക്ഷേ അവരുടെ കൊഞ്ചിക്കൊഴഞ്ഞുള്ള സംസാരങ്ങൾ ഔറത്താണ്. അള്ളാന്റെ പ്രവാചകന്മാരോട് വിശുദ്ധ ഖുർആൻ സൂറത്ത് അഹ്സാബ് പ്രവാചകന്റെ ഭാര്യമാരോട് 32-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, വലാ തഖ്ലഅന ബിൽ ഖൗൽ, നിങ്ങൾ സംസാരം കൊണ്ട് ഒരിക്കലും ലോലമാക്കിയിട്ടില്ല. ആ ഒരു കൊഞ്ചിക്കൊടഞ്ഞുള്ള സംസാരങ്ങൾ നിങ്ങൾ ഉണ്ടാക്കരുതെന്നാണ്. കാരണം എന്താണെന്നറിയോ? കാരണം എന്താ? നമ്മളൊക്കെ പറയുന്നത് എന്താണ്? അതിനെന്താ ഞങ്ങൾ പറഞ്ഞതിന് എന്താ പ്രശ്നം എന്നാരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ, മനുഷ്യനെ പടച്ച അവന്റെ വിചാരങ്ങൾ അറിയുന്ന അള്ളാന്റെ മറുപടി, ഹൃദയത്തിൽ രോഗമുള്ള ആളുകളുടെ മനസ്സിൽ നിങ്ങളോട് ആഗ്രഹമുണ്ടാക്കുമെന്ന് അള്ളാഹ്. അതിനപ്പറഞ്ഞൊന്നുമില്ലല്ലോ. ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾക്ക് നിങ്ങളുടെ ഈ സംസാരം നിങ്ങളോട് ആഗ്രഹം ജനിപ്പിക്കുമെന്ന്. അവരുടെ ഹൃദയത്തിൽ രോഗമുണ്ടോ, അവർക്ക് നിങ്ങളോടൊരു ആഗ്രഹമുണ്ടാകും. അതുകൊണ്ട് ആ സംസാരം ഭർത്താവിനോടല്ലാതെ മറ്റുള്ളവരോട് പാടില്ല എന്ന നിയമം അള്ളാന്റേതാണ്. എത്ര മനോഹരമാണൊക്കെ. അതുകൊണ്ട് സൂക്ഷിക്കാവുന്ന മേഖലകളെ സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, അതിന്റെ പരിഹാര മാർഗങ്ങളെ കണ്ടെത്തി സുരക്ഷിതമായ, സുന്ദരമായ, അള്ളാഹു തന്ന ഹിതമായൊരു ജീവിതം വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്താനുള്ളത്. തകർന്നാൽ ജീവിതത്തിനെ തിരിച്ചു പിടിക്കുക എന്നുള്ളത് എളുപ്പം സാധ്യമാകുന്ന ഒരു വിഷയമല്ല. അതുകൊണ്ട് തകരാതെ പവിത്രമായി അള്ളാന്റെ ബറക്കത്ത് ജീവിതത്തിൽ ഉണ്ടാകുന്ന രൂപത്തിൽ മനോഹരമായി ജീവിതത്തെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين. أما بعد، اتقوا الله يا عباد الله. കുറച്ച് ഗൗരവമുള്ള, എന്നാൽ പലപ്പോഴും പലരും ചർച്ച ചെയ്യാൻ മടിക്കുന്ന ഒരു വിഷയത്തിന്റെ അപകടമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. പ്രിയമുള്ളവരെ, ഇത്തരം തെറ്റുകളൊക്കെ വിരൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിലേക്ക് പോകാതിരിക്കാനുള്ള ചില പരിഹാര മാർഗങ്ങളുണ്ട്. അവിടെ ഒന്നാമതായി ഉലമാക്കൾ പറയുന്നത്, മരിക്കുമെന്നുള്ള മരണത്തിന്റെ ചിന്ത നമ്മളുടെ മനസ്സുകളിൽ ഉണ്ടാകണമെന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കുന്നുണ്ട്, ഒരു ഹറാമിലായിരിക്കെ നമ്മൾ മരിച്ചാൽ നമ്മളുടെ അവസ്ഥ എന്തായിരിക്കുമെന്നുള്ളത്. ഒരു ഹറാമായി 2.5 മണിക്കൂറിന്റെ ഫിലിം കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മരിക്കുന്നതെങ്കിലോ, ഒരു അനാവശ്യമായ ചാറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് മരിക്കുന്നത് എങ്കിലും നമ്മൾ വിചാരിക്കും, എന്റെ ഫോണിന്റെ പാസ്വേഡ് ഇന്ന് ഹൈഡ് ചെയ്ത് വെക്കാൻ കഴിയാവുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ ലഭ്യമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അതിനെ ഒരുപക്ഷെ ഇവിടെ ഇരുന്ന മുതിർന്ന ആളുകളെക്കാൾ കൂടുതൽ യുവതലമുറക്ക് നന്നായി പരിചയം ഉണ്ടാവും. ഒരാളുടെ കണ്ണിലും പെടാതെ എല്ലാം സൂക്ഷിച്ചു വെച്ചാലും
പ്രിയമുള്ളവരെ, ആ ഒരു അവസ്ഥയിലായിരിക്കെ ലോകത്തോട് വിട പറഞ്ഞാൽ എന്റെ സാഹചര്യം എന്താണ്? അതോർക്കണം ഏതൊരു തിന്മയിലേക്ക് പോകുമ്പോഴും. രണ്ടാമത്തെ വിഷയം, റബ്ബിന്റെ മുന്നിൽ അള്ളാഹു ഇതിനെപ്പറ്റി എന്നോട് ചോദിക്കുമെന്നുള്ള ബോധ്യം നമ്മളുടെ മനസ്സിലുണ്ടാവണം. വാപ്പാനെ പേടിച്ച്, ഉമ്മാനെ പേടിച്ച്, കൂടെ ജീവിക്കുന്ന ആളിത് കാണുമെന്ന് പേടിച്ചിട്ട്. നിങ്ങൾക്കറിയോ, നമ്മളുടെ വിയർപ്പിന്റെ മണം ആസ്വദിക്കുന്നത് ലോകച്ചാരാന്ന്. മറ്റൊരാളുടെ മുമ്പിൽ വിയർപ്പോടെ പോയി നിന്നാൽ അവർക്ക് വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മളുടെ വിയർപ്പിന്റെ മണം പ്രശ്നമില്ലാത്തത് നമ്മളുടെ പ്രിയപ്പെട്ടവൾക്കായിരിക്കും. നിങ്ങളൊന്ന് ഗൾഫിലേക്ക് ജോലിക്ക് പോയി നോക്ക്. അവസാന ദിവസം നിങ്ങൾ ഊരിയിട്ട ഷർട്ട് ഒരുപാട് ദിവസം അവരുടെ ബെഡിൽ അവർ അലക്കാതെ സൂക്ഷിച്ചിട്ടുണ്ടാവും. നിങ്ങളെ മിസ് ചെയ്യുമ്പോ അതിനെ ചേർത്ത് പിടിക്കാനാണ്. എന്നാൽ ഒരവിഹിതത്തിൽ തന്റെ പ്രിയപ്പെട്ടവൻ പെട്ടു എന്നറിഞ്ഞാൽ ആ മനുഷ്യൻ എന്റെ മുന്നിലേക്ക് വരുന്നതേ വെറുപ്പാണ്, അയാളുടെ ഗന്ധം എനിക്ക് അലർജിയാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറും. അപ്പോ ഇത് അറിയുന്നവരൊക്കെ തന്നെയാ നമ്മളും. എന്നാൽ അവരറിയാതിരിക്കാൻ വേണ്ടി മറച്ചു വെക്കുമ്പോ അള്ളാന്റെ മുമ്പിൽ വിചാരണയുണ്ട്. അന്നെന്റെ കാലുകളെ സാക്ഷി പറയുന്നുണ്ട്. അല്ല പറയാണ്, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും. അവരുടെ വായകളെ സീല് വെക്കുമ്പോ കൈകളെ സംസാരിക്കുന്ന, കാലുകൾ സാക്ഷി പറയുന്ന നാളാണ്. അള്ളാന്റെ മുമ്പിൽ കാല് സാക്ഷി പറയും, കൈകൾ സംസാരിക്കും. സൂറത്ത് ഫുസ്സിലത്തിൽ അല്ല പറഞ്ഞ എന്താണ്? സംഉഹും വഅബ്സാറുഹും വജുലൂദുഹും. അവരുടെ കേൾവി, പടച്ചോനെ എന്നെ കൊണ്ടാട്ടോ ഹറാമ് കേട്ടത്. കണ്ണ് പറയുമല്ല എന്നെ കൊണ്ട് ഹറാമ് കണ്ടത്. തൊലികൾ പറയും എന്നെ കൊണ്ട് ഹറാമ് തൊട്ടത്. അന്യപുരുഷനെ, അന്യസ്ത്രീയെ തെറ്റായ രീതിയിൽ തൊടുന്നതിനേക്കാളും നല്ലത് മൂർധാവിലൂടെ ആണി അടിച്ചിറക്കലാണെന്ന് അള്ളാന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അള്ളാന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വരുമെന്നുള്ള. മാത്രമല്ല, ഇതിന് അള്ള എനിക്ക് നൽകുന്ന ശിക്ഷകൾ എത്രമാത്രം വലുതാണ്. നോക്കേ, മുകൾ ഭാഗം കുടുസാകുന്ന നരകത്തിലെ കളകളാന്ന് ശബ്ദമുണ്ടാകുന്ന രൂപത്തിലെ തളച്ചുമറിയുന്ന ആളുകളെ കണ്ടു. അതിലേക്ക് എത്തി നോക്കിയപ്പോ നഗ്നരായ സ്ത്രീ പുരുഷന്മാരാണ് എന്ന് മുത്തനബി പറഞ്ഞില്ലേ? തളച്ചിങ്ങനെ മുകളിലേക്ക് വരുമ്പോ താഴേക്ക് വന്ന് വീഴാൻ. റിയാദുസ് സാലിഹീൻ 1549 നമ്പർ ഹദീസാണ്. ഒരു ചെറിയ ദുനിയാവിലെ തിന്മക്ക്, നമ്മൾ കണ്ട ചെറിയ സുഖത്തിന് വേണ്ടി ചെയ്ത തിന്മക്ക് അള്ളാഹു ആഖിറത്തിൽ നൽകുന്നത്. കാരണം അത് പ്രിയപ്പെട്ടവനോട് ചെയ്ത വഞ്ചനയാണ്. അള്ളാഹു അതിന് നമുക്ക് മാപ്പ് തരാൻ ഒരുക്കമില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇസ്ലാമിക ഭരണകൂടത്തിലാണ് പിടിക്കപ്പെട്ടതെങ്കിൽ വിവാഹിതനാണോ, മരിക്കണവരെ അവനെ എറിഞ്ഞുകൊല്ലണമെന്നാണ്. നോക്ക് പ്രിയമുള്ളവരെ, കല്ലുകളെ കൊണ്ട് പച്ചയായ ശരീരത്തിലേറുകൊണ്ട് രക്തം ചീറിയൊലിക്കുമ്പോ, ഒരു പ്രാണന് വേണ്ടി ഒരു മനുഷ്യൻ പെടയുമ്പോ അവനോട് ദയ തോന്നാതെ അവന്റെ റൂഹ് വിട പറയുന്ന സമയം വരെ എറിഞ്ഞു കൊന്നുകളയാൻ അല്ലാഹു തആല ദീനിൽ നിയമം കൊണ്ടുവന്നത് അതത്ര വലിയ പാതകമായതുകൊണ്ടാണ്. പക്ഷെ അതിനേക്കാൾ വലുത് ആഖിറത്തിലെ. അതുകൊണ്ടാണ് പ്രവാചകന്റെ മുന്നിൽ വന്ന റസൂലേ, തുഖിർനി യാ റസൂലല്ലാഹ്, തെറ്റുപറ്റിയിട്ടുണ്ട് റസൂലേ, കല്ലെറിഞ്ഞെന്നെ കൊല്ലണമെന്നവരെ അവർ വന്ന് പ്രവാചകനോട് പറയാനുള്ള കാരണമെങ്കിലേ, മായിസ് റളിയല്ലാഹു അൻഹു ആ കല്ലേറുകൊണ്ട് മരിച്ച ആളാണ്. അദ്ദേഹം അത് ഏറ്റുവാങ്ങി. നമ്മുടെ മനസ്സിലാക്കേണ്ട അത്രമേൽ അപകടകരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ പ്രമാണങ്ങളെ പഠിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവണം. ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്തു നോക്ക്, നമ്മൾ തിന്മക്കാവുന്ന സാഹചര്യങ്ങളെ നമ്മൾ ഉണ്ടാക്കരുത്. സാഹചര്യങ്ങളാണ് തിന്മയുടെ അടിയാധാരമെങ്കിൽ ഒറ്റക്കാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കരുത്. അതിനുവേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഇന്ന് സോഷ്യൽ യുഗത്തിന്റെ പേര് പറഞ്ഞ് യാത്ര പോകാൻ ഭർത്താവ് തന്നെ ഒരാളെ ചുമതലപ്പെടുത്തി കൊടുക്കുന്ന ദയ്യൂസുകളായി, തിന്മയുടെ കൂട്ടിക്കൊടുപ്പുകാരായി നിങ്ങൾ മാറരുത് എന്ന് പഠിപ്പിച്ചത് അള്ളാന്റെ മുത്ത് റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ദയ്യൂസ് എന്ന് പറയുന്ന പ്രയോഗമാണ് അള്ളാന്റെ ഹബീബ് അവിടെ നടത്തിയിട്ടുള്ളത്. കാരണം ഇതിന്റെ അപകടങ്ങളൊക്കെ വലുതാണ്. നിങ്ങൾക്കറിയോ, വ്യഭിചാരം കുറ്റകൃത്യമാണെന്ന് അറിയാത്തവരാരുമില്ല. പക്ഷെ ആ വ്യഭിചാരത്തിൽ പോലും മാരകമായ വ്യഭിചാരത്തിനെ എണ്ണി റസൂലുള്ളാഹിനോട് ചോദിച്ചു, റസൂലേ, അതേതാണ് ഏറ്റവും ക്രൂരമായ വ്യഭിചാരം ഏതാണ്? അള്ളാന്റെ ഹബീബ് പറഞ്ഞു, അൻതസാനി ഹീലത ജാരിക്, നിന്റെ അയൽവാസിയെ നീ വ്യഭിചരിക്കലാണെന്ന്. എന്തുകൊണ്ടെന്നറിയോ? അയൽവാസി എന്ന് പറഞ്ഞ
നമുക്ക് സ്വത്തിന് വരെ ഓഹരി കൊടുക്കേണ്ടി വരുമോ എന്ന് സംശയിക്കപ്പെടുമാറ് അള്ളാഹുവിന്റെ ദീന് ചേർത്ത് വെച്ചൊരു ബന്ധാണ് അയൽവാസി. അവിടെയാണ് നീ ഫിത്നയുണ്ടാക്കിയിട്ടുള്ളത്. കുടുംബ ബന്ധങ്ങൾക്കിടയിൽ, സ്നേഹബന്ധങ്ങൾക്കിടയിൽ, സുഹൃത്ത് ബന്ധങ്ങൾക്കിടയിൽ സർവ്വസാധാരണമായി കൊണ്ടിരിക്കുന്ന ഒരു വസ്തുത, ഭർത്താവിന്റെ സഹോദരൻ, ഭാര്യയുടെ കൂട്ടുകാരി എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹു പറഞ്ഞ ലിമിറ്റേഷൻസ് നമ്മൾ സ്വീകരിക്കാത്തിടത്ത് ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ബെസ്റ്റികളും ഇതിനൊക്കെ വകവെച്ച് കൊടുക്കുന്നവരും പേരൻസ് വരെ മക്കൾക്ക് വേണ്ടി അതൊക്കെ ലൈസൻസ് കൊടുക്കുന്നവരുണ്ടെങ്കിൽ അതിന്റെ പരിണിത ഫലം നമ്മൾ അനുഭവിക്കുമെന്ന അപകടം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. ആ അവസ്ഥയിലെങ്ങാനും മരിച്ചാൽ മുത്തനബി പറഞ്ഞില്ല, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. ഒരു മുഅ്മിന് വ്യഭിചരിക്കാൻ കഴിയില്ല. അവൻ വ്യഭിചരിക്കുമ്പോൾ മുഅ്മിൻ അല്ല എന്താണ് അതിന്റെ അർത്ഥം? മുഅ്മിനല്ലാത്ത അവസ്ഥയിൽ വിട പറയേണ്ടി വന്നാൽ, മറ്റൊരു ഹദീസിൽ അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസിൽ പറഞ്ഞു, ഇദാ സനസ് റജുലു, ഒരു മനുഷ്യൻ വ്യഭിചരിച്ചാൽ ഖറജ മിൻഹുൽ ഈമാൻ, അവനിൽ നിന്ന് ഈമാൻ അങ്ങോട്ട് പോയിന്നാൻ. നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കാത്തൊരു യാഥാർത്ഥ്യമുണ്ട്. നമ്മൾ ഇത്തരം ബന്ധങ്ങളിൽ വന്നാൽ എന്തേ പ്രശ്നമുള്ളത് വിചാരിക്കും. നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ മതി. ജീവിതത്തിന്റെ ആദ്യം മുതൽ നന്മകൾക്കുള്ള തൗഫീഖ് ജീവിതത്തിൽ നിന്നില്ലാതെ വരും. പല അമല സാലിഹാത്തുകളും ജീവിതത്തിൽ നിന്ന് പോകും. പോയി നിസ്കാരം വരെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറും. കാരണം ഇത് രണ്ടും കൂടെ ഒരുമിച്ച് നിൽക്കൂല. അള്ളാന്റെ ഈമാനും ഈ തിന്മയും കൂടെ ഒരുമിച്ച് സമ്മിശ്രമായി ആരിലും നിൽക്കില്ല എന്നുള്ള സത്യത്തെ നമ്മൾ തിരിച്ചറിഞ്ഞു. അറിയാതെ എത്തിച്ചേരുന്നത് നരകത്തിലേക്കാണ്. അമലുകൾ വഴി പരാജയത്തിലാണ്. പരലോകത്ത് നന്മയുടെ മീസാനിലൊന്നും ഉണ്ടാവില്ല. പകരം നമ്മൾ ചെയ്തു വെച്ചത് ഈ മഹാ അപരാധമെന്ന പടുകുടി മാത്രമായിരിക്കുമെന്ന തിരിച്ചറിവുകളും നമ്മളിൽ ഉണ്ടാവണം. പ്രിയമുള്ളവരെ, ചേർത്ത് വെക്ക കുടുംബത്തോട് അള്ളാന്റെ ഹബീബ് പറഞ്ഞ ഒരു ചെറിയ ടിപ്പാണ് നമ്മളുടെ പ്രിയപ്പെട്ടവളോട്, നമ്മുടെ പ്രിയപ്പെട്ടവനോട് പറയാൻ കഴിയണം. നമ്മളൊക്കെ മക്കള് പറയും ഐ ലവ് യു എന്ന് പറയും. അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചതാണ് ഇന്നി ഉഹിബ്ബുക്. ഞാൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്താണെന്നറിയോ? ഐ ലവ് യു എന്ന്, ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അത് മറച്ചു വെക്കാനും കുടുംബത്തിന്റെ ദാർഷ്ട്യം കാണിച്ച് നടക്കാനല്ല, പ്രിയപ്പെട്ടവളോട് പറയാൻ, പ്രിയപ്പെട്ടവനോട് പറയാൻ, അതിനെ പ്രകടിപ്പിക്കാൻ, അവർക്കിടയിൽ മറ്റൊരാൾക്ക് റോളില്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, അങ്ങനെ മനോഹരമായ ജീവിതത്തെ കെട്ടിപ്പടുക്കുക. പരിഹാരം, എന്തെങ്കിലും തിന്മകളൊക്കെ ജീവിതത്തിൽ സംഭവിച്ചവരുണ്ടെങ്കിൽ ഒരു പശ്ചാത്തപിക്കുന്ന മനസ്സോടുകൂടെ അല്ലാതെ ഈ പള്ളിയിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല. അള്ളാഹിനോട് പശ്ചാത്തപിച്ചു മടങ്ങാം. ഫോണുകളിൽ ആരുടെയെങ്കിലും ഫോണിൽ നമുക്ക് അപകടമുണ്ടാകുമെന്ന നമ്പറുകൾ ഉണ്ടെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്തോളണം. അവരോട് ഒരു കോംപ്രമൈസും നമ്മൾ ആലോചിച്ചൊക്കെ അത് പിന്നാവാം, പ്രശ്നമില്ലാതെ നിയന്ത്രിക്കാം, കൺട്രോൾ ചെയ്യാം എന്നൊക്കെ നിങ്ങൾ കരുതിയാൽ മറുഭാഗത്ത് പൊട്ടുന്നത് നമ്മുടെ കുടുംബമാണ്, നമ്മുടെ മക്കളാണ്, നമ്മളുടെ പൊന്നുമക്കളാണ്. അനാഥരാകുന്ന സാഹചര്യത്തിലേക്കാണ്. മറ്റത് മാറ്റിൽ നിർബന്ധമായ ബന്ധമാണ്, ഒഴിവാക്കേണ്ടതാണ്. അതിനെ ബ്ലോക്ക് ചെയ്ത് അറത്ത് മുറിച്ചു മാറ്റി പ്രിയപ്പെട്ടവളെ ഒന്ന്, പ്രിയപ്പെട്ടവരെ സ്നേഹിക്ക്. അള്ളാഹിനോട് ധാരാളമായി ഇസ്തിഗ്ഫാർ ചെയ്യ്. അമലു സ്വാലിഹാത്തുകളുടെ ആധിക്യം തിന്മകൾ അല്ലാഹു മായ്ച്ചു തരുമെന്നുള്ളതാണ്. സുബഹിന്റെ ഒരൽപ്പം മുമ്പ് എണീറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് സംഭവിച്ചു പോയ അപരാധത്തിലെ അള്ളാഹിനോട് ഏറ്റു പറ. ഒന്നാം ആകാശത്തിലേക്ക് അല്ലാഹ് ഇറങ്ങി വരും. നമ്മളുടെ കരങ്ങളെ, തൗബകളെ, പശ്ചാത്താപങ്ങളെ സ്വീകരിക്കാൻ അല്ലാഹ് സന്നദ്ധരാൻ. ആ റബ്ബില്ലേ നമുക്ക്? ആ റബ്ബിനോട് പറഞ്ഞ് അവന്റെ തൃപ്തിയിലേക്ക് മടങ്ങാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, കത്തിയാളുന്ന നരകത്തിയിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. പരലോക വിജയം തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മാതാപിതാക്കൾക്ക് സംതൃപ്തരായി സന്തോഷത്തോടെ കുടുംബത്തോടെ നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാൻ ഞങ്ങൾക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്, അനുഗ്രഹിക്കണേ അല്ലാഹ്. പലവിധ കുതന്ത്രങ്ങളുമായി ശൈത്താൻ വരുമ്പോ അവന്റെ ഷർറിൽ നിന്ന് പൂർണ്ണമായി ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في جميع بلادنا. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم افتح المسجد الأقصى. اللهم لا تسلط علينا من لا يرحمنا. اللهم ربنا
آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.